all, welcome to AZB Academy. എന്റെ പേര് ജിജി. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റെയിൽവേയുടെ പുതിയ വിജ്ഞാപനം എത്തി എന്ന് പറയാനാണ്. RRB ഷോർട്ട് നോട്ടീസ് വന്നിരിക്കുകയാണ്. നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഗ്രൂപ്പ് ഡിയുടെ ഷോർട്ട് നോട്ടീസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് വീഡിയോസ് ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഷോർട്ട് നോട്ടീസ്. ഓക്കെ, അപ്പൊ ഈ ഷോർട്ട് നോട്ടീസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ലെവൽ 1 പോസ്റ്റിലേക്കുള്ള ഷോർട്ട് നോട്ടീസ് ആണ് വന്നിരിക്കുന്നത്. ഷോർട്ട് നോട്ടീസ് എന്ന് പറയുമ്പോൾ നോട്ടിഫിക്കേഷന് മുൻപ് ഇറക്കുന്നതാണ് ഷോർട്ട് നോട്ടീസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഇപ്പൊ പറ്റില്ല. അപ്ലൈ ചെയ്യാൻ എപ്പോ മുതലാ പറ്റുന്നത്? ജനുവരി 23, 2025 മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഫെബ്രുവരി 22-ാം തീയതിയാണ് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത്. ഇതിന്റെ ഇനീഷ്യൽ പേ സ്കെയിൽ എത്രയായിരുന്നു? നമ്മൾ പറഞ്ഞു 7th പേ സ്കെയിൽ അനുസരിച്ച് ലെവൽ 1 ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇനീഷ്യൽ പേ സ്കെയിൽ എന്ന് പറയുന്നത് 18,000 രൂപയാണ്. 18,000 രൂപയാണ് വരുന്നത്. അപ്പൊ 18,000 രൂപ എന്ന് പറയുന്ന ബേസ് പേ ആണ്. ഇതിന്റെ കൂടെ DA വരും, HRA വരും. അപ്പോൾ DA ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിലും HRA നോക്കുവാണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെന്റിനെക്കാളും വളരെ കൂടുതലാണ് സെൻട്രൽ ഗവൺമെന്റിന്. അതുകൊണ്ട് അതന്നെ ഒരു വലിയൊരു എമൗണ്ട് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇതൊരു ഇനീഷ്യൽ പേ മാത്രമാണ് 18,000 പറയുന്നത്. ഇനി ഏജ് ലിമിറ്റ് എത്രയാണ്? 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. OBC ആണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷമാണ് റിലാക്സേഷൻ ലഭിക്കുന്നത്. 39 വയസ്സ് വരെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഇനി SC ST ആണെങ്കിലോ 41 വയസ്സ് വരെ എഴുതാൻ സാധിക്കും. ഇനി ഇതിന്റെ വേക്കൻസീസ് എത്രയുണ്ട് എന്നാണ് അപ്രോക്സിമേറ്റ്ലി ഉള്ള വേക്കൻസി ആണ് പറയുന്നത്. 32,000 വേക്കൻസികളോട് കൂടിയാണ് റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി വരുന്നത്. 32,000 വേക്കൻസിയോട് കൂടിയാണ് റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി പോസ്റ്റ് വരുന്നത്. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? ക്വാളിഫിക്കേഷൻ ITA വേണോ എന്ന് നിർബന്ധമാണോ ചോദിച്ചു കഴിഞ്ഞാൽ ചില പോസ്റ്റുകൾക്ക് ITA വേണം. പക്ഷെ ചില പോസ്റ്റുകൾക്ക് എന്തായിരുന്നു, നിങ്ങൾക്ക് 10ാം ക്ലാസ് മാത്രം ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും. സോ ഇതിന്റെ ഒരു ബേസിക് പോസ്റ്റ് എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണ്. ചില പോസ്റ്റുകൾക്ക് എന്ത് വേണം? ITA വേണം. പക്ഷെ എല്ലാ പോസ്റ്റുകൾക്കും എന്ത് വേണ്ട? ITA വേണ്ട. അതാണ് പറയുന്നത്. ഇനി ഇതിന്റെ മോഡ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഏതായിരുന്നു? മോഡ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് CBT ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. റെയിൽവേയുടെ ബാക്കിയുള്ള എക്സാമിനെ പോലെ തന്നെയാണ് ഈ ഒരു എക്സാമും എന്ന് പറയുന്നത്. എക്സാമിനേഷൻ ഫീ എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാൻഡിഡേറ്റ്സിനും ഉള്ള ഫീ എന്ന് പറയുന്നത് 500 രൂപ എന്ന് പറയുന്നതാണ്. ഉറപ്പായിട്ടും ഈ 500 രൂപ എന്തായിരുന്നു? റീഫണ്ടബിൾ ആണ്. റീഫണ്ടബിൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് റീഫണ്ട് ചെയ്യുന്നത്? എക്സാം നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് ഈ പൈസ തിരിച്ചു കിട്ടും കേട്ടോ. ഇനി അതുപോലെ തന്നെ PWBD, അതുപോലെ തന്നെ സ്ത്രീകൾക്ക്, ട്രാൻസ്ജെൻഡർ, എക്സ് സർവീസ്മാൻ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തായിരുന്നു? ഉറപ്പായി SC ST ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഫീസ് കുറച്ച് കുറവാണ്. 250 ആണ്. ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനുമാണ് 500 രൂപ എന്ന് വരുന്നത്. അപ്പൊ ഇതും എന്തായിരുന്നു? ഉറപ്പായിട്ടും എന്തായിരുന്നു? ബാങ്കിന്റെ ചെറിയൊരു സർവീസ് ചാർജ് ഉണ്ടാവും. അതൊഴിച്ചുള്ള പൈസ നമുക്ക് ബാങ്കിൽ ക്രെഡിറ്റ് ആവും എക്സാം എഴുതിയാൽ മാത്രം. ഓക്കെ, ഇനി ഇത് അപേക്ഷിക്കാനുള്ള ലിങ്കുകളും കാര്യങ്ങളും ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പൊ അപേക്ഷിക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ, കാരണം 23-ാം തീയതിയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ തുടങ്ങുക. അപ്പോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ ചാനലിൽ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് RRB ഗ്രൂപ്പ് ഡി പഠിക്കണമെങ്കിൽ ഫ്രീ ക്ലാസ്സുകളാണ് വേണം. നമ്മുടെ ആപ്പിൽ ഉണ്ട് കേട്ടോ. നമ്മുടെ ആപ്പില് ഫ്രീ ക്ലാസ്സുകളൊക്കെ വരും. അതുപോലെ തന്നെ ടെലഗ്രാം ലിങ്ക് ഒക്കെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ടെലഗ്രാമിലൊക്കെ ജോയിൻ ചെയ്യുക. ഇതുപോലുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ടെലഗ്രാമിലൂടെയും ലഭിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. ഗ്രൂപ്പ് ഡി റെയിൽവേ ആണ്, സെൻട്രൽ ഗവൺമെന്റ് ജോബ് ആണ്. അപ്പൊ നല്ലൊരു ശരിക്കും ഒത്തിരി 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് നല്ലൊരു പോസ്റ്റുകൾ തന്നെയായിരിക്കും ഈ വരുന്നതൊക്കെ. കൂടുതലായിട്ട് വലിയൊരു ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വരാൻ ഇനിയും സമയമുണ്ടെന്ന് പറയുമ്പോൾ ഒത്തിരി സമയമില്ല. എന്നാലും ഒരു 1-2 ആഴ്ചക്കുള്ളിൽ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അങ്ങനെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വരുമ്പോഴും നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, നല്ല രീതിയിൽ പഠിക്കുക. നമ്മുടെ ഫ്രീ ക്ലാസ്സസിന് എല്ലാവരും ജോയിൻ ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. റെയിൽവേയില് ഗ്രൂപ്പ് ഡി ജോബ് എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്ന ജോലിയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് നേടിയെടുക്കാം. അപ്പൊ വീണ്ടും അടുത്ത വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ബൈ.